നമസ്കാരം, ഞാൻ കമലാംബിക. ശ്രേഷ്ഠം മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള അക്ഷരങ്ങൾ എഴുതാനുള്ള അക്ഷരങ്ങളുടെ സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ, ചില്ല്, സ്വര ചിഹ്നങ്ങൾ ഇവയൊക്കെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമുക്ക് കുറച്ച് ഉച്ചാരണമായാലോ. ഈ ഉച്ചാരണം എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനമാണ്. കാരണം മലയാളം വളരെ സ്പഷ്ടമായി വ്യക്തമായി പറയുന്നതിലാണ് അതിൻ്റെ ഭംഗിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ അക്ഷരങ്ങൾക്ക് പല വിധത്തിലുള്ള ഉച്ചാരണങ്ങൾ ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ശ്വാസവായു അകത്ത് നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഈ ചുണ്ടുകളിലേക്കൂടെയോ അല്ലെങ്കിൽ നാസാരന്ധ്രങ്ങളിലൂടെയോ പുറത്തേക്ക് പോകുമ്പോൾ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ചുണ്ടുവരെയുള്ള ഭാഗത്തിലേക്ക് പല സ്ഥലങ്ങളിലായിട്ട് വായു തടയപ്പെടുന്നു. അത് ചിലപ്പോൾ ഭാഗികമായിട്ട് അല്പം മാത്രം, ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ തടയപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് പല വിധത്തിലുള്ള ഉച്ചാരണങ്ങൾ ഉണ്ടാവുന്നത്, അക്ഷരങ്ങൾക്ക് വ്യത്യസ്തതകൾ ഉണ്ടാവുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വ്യഞ്ജനാക്ഷരങ്ങളിലാണ് ഈ തടസ്സം, വായുവിൻ്റെ തടസ്സം ഉണ്ടാവുന്നത്, സ്വരാക്ഷരങ്ങളിലല്ല. ഇപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ നമ്മളിപ്പോൾ ക, ഖ, ഗ, ഘ, ങ ഇവ നോക്കുകയാണെങ്കിൽ നമ്മൾ വായു ഈ കഴുത്തിൽ വെച്ചിട്ടാണ് തടയപ്പെടുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ ക, ഖ ഒക്കെ പറയുമ്പോൾ ഈ നമ്മുടെ ഈ വിരൽ ഈ കഴുത്തിൽ വെച്ചാൽ ഇവിടെ ഒരു വൈബ്രേഷൻ അറിയാം. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ക, ഖ, ഗ, ഘ, ങ എന്നിവ തടയപ്പെടുന്നത്. എന്നാൽ ക കഴിഞ്ഞ് ചായിലേക്ക് വരുമ്പോൾ ച, ഇതെന്തിനാണ് ഇത്രയും ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ വേണം. കാരണം എന്തറിയോ, ചില അക്ഷരങ്ങൾ ഇപ്പോൾ കുട്ടികൾക്ക് ചില അക്ഷരങ്ങളുടെ വ്യത്യാസങ്ങൾ അറിയില്ല. അപ്പം ഈ നാവ് എവിടെ മുട്ടുന്നു, അതെങ്ങനെ മുട്ടുന്നു എന്നത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ച എന്ന് പറയുന്നത് നമ്മൾ ഈ വായുടെ മുകളിലേക്കും അല്ല, പല്ലിൻ്റെ നടുവിലായിട്ട് ഒരു ഭാഗത്ത് അവിടെ നാവ് ഇങ്ങനെ അതിൻ്റെ മധ്യഭാഗം, നാവിൻ്റെ മധ്യഭാഗം പോയി മുട്ടുമ്പോഴാണ് ച എന്ന അക്ഷരം ഉണ്ടാവുന്നത്. അത് ചവർഗം മുഴുവൻ അങ്ങനെയാണ്. ച, ഛ, ജ, ഛ, ഞ ഇത് മുഴുവനും അങ്ങനെയാണ് ഉണ്ടാവുന്നത്. എന്നാൽ ടായിലേക്ക് വരുമ്പോൾ നാവ് അല്പം മടക്കി മുകളിലേക്ക്, ശരിക്കും മുകളിലേക്ക് നമ്മൾ മുട്ടിക്കണം. ട, ഠ, ട, ഠ, ദ, ഠ, ന ഇത് മുഴുവനും മുകളിലേക്ക് മുട്ടിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. ഇനി ക, ച, ട കഴിഞ്ഞു. ത ആവുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ പിൻഭാഗത്ത് നാവിൻ്റെ അഗ്രം വന്ന് മുട്ടുന്നുണ്ട്. ത, തവർഗം മുഴുവനും അങ്ങനെയാണ്. ത, ഥ, ദ, ധ, ന ഇത് മുഴുവനും ഈ നമ്മുടെ പല്ലിൻ്റെ പിൻഭാഗത്ത് നാവിൻ്റെ അഗ്രം മുട്ടുമ്പോഴാണ് ഉണ്ടാവുന്നത്. അപ്പോൾ കണ്ഠ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം വരെ ആയി. ഇനി അടുത്തത് ചുണ്ടാണ്. അങ്ങനെ ഈ വായു പുറത്തേക്ക് കിടക്കുമ്പോൾ ചുണ്ടുകളുടെ അവിടെ വെച്ചിട്ട് തടയപ്പെടുന്നുണ്ട്. അതായത് പ, രണ്ട് ചുണ്ടും മുട്ടുമ്പോഴാണ് പ എന്ന അക്ഷരം ഉണ്ടാവുന്നത്, ശബ്ദം ഉണ്ടാവുന്നത്. അപ്പോൾ പ, ഫ, ബ, ഭ, മ ഈ അക്ഷരങ്ങൾ മുഴുവനും ചുണ്ടുകളുടെ ഇടയിൽ അവിടെ വെച്ചിട്ട്, ചുണ്ടുകൾക്ക് രണ്ട് ചുണ്ടുകളും കൂടെ മുട്ടി അവയ്ക്കിടയിലൂടെ പോകുന്ന വായുവിന് ഒരു തടസ്സം സംഭവിക്കുമ്പോഴാണ്. ഇത്രയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. ഇനി പക്ഷെ സ്വരാക്ഷരങ്ങൾ അങ്ങനെയല്ല. സ്വരാക്ഷരങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ അവയ്ക്ക് എവിടെ വെച്ചിട്ടും വായു തടയപ്പെടുന്നില്ല. പിന്നെ അവയ്ക്ക് വ്യത്യസ്തമായ എങ്ങനെയാണ് അക്ഷരങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചാൽ, ഉച്ചാരണം വരുന്നത് എന്ന് ചോദിച്ചാൽ, നാവിൻ്റെ ചലനം, ഈ നാവിൻ്റെ അഗ്രമാണോ മധ്യഭാഗമാണോ പിൻഭാഗമാണോ ചലിക്കുന്നത്, ഉയർത്തുന്നത്, താഴ്ത്തുന്നത്, പിന്നെ അതേപോലെ തന്നെ വായുടെ ചലനം, ആകൃതി, ഇവയ്ക്ക് അടിസ്ഥാനമായിട്ടാണ് സ്വരങ്ങൾ. ഫോർ എക്സാമ്പിൾ ആ എന്ന് പറയുമ്പോൾ നാവ് കുറച്ച് മധ്യഭാഗം ഉയർത്തി
ആ കുറച്ച് നമ്മൾ വായ തുറന്ന് പറയുന്നു. ഒപ്പം തന്നെ വായ ശരിക്കും റൗണ്ടല്ല, കുറച്ച് മാത്രം പകുതി അർദ്ധവൃത്താകൃതിയിലാവുന്നു. ഈ പറയുമ്പോൾ അടച്ച് നമ്മൾ നാവ് കുറച്ച് താഴ്ത്തി ഈ വായ അടച്ച് അർദ്ധവൃത്താകൃതിയിൽ വായയുടെ ആകൃതിയിലാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പൂവാണെങ്കിൽ ചുണ്ട് ശരിക്കും വൃത്താകൃതിയിൽ വരുന്നു. ഇങ്ങനെ നാവിൻ്റെയും ചുണ്ടിൻ്റെ ആകൃതിയുടെയൊക്കെ വ്യത്യാസത്തിലാണ് സ്വരാക്ഷരങ്ങളുടെ ഉച്ചാരണം വരുന്നത്. ഇങ്ങനെയാണ് ഉച്ചാരണത്തിൻ്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഇത് എങ്ങനെയാണ് ഉച്ചാരണത്തിന് വ്യത്യാസം ഉണ്ടാവുന്നതെന്ന്. ഇനി യാ, രാ, ല, വ ഇതെല്ലാം ഈ കണ്ഠ്യം തൊട്ട് ഓഷ്ട്യം വരെയുള്ള ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് തന്നെയാണ് വ്യഞ്ജനങ്ങളിൽ ബാക്കി അക്ഷരങ്ങളും തടയപ്പെട്ട് ശബ്ദം ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെയാണ് വ്യഞ്ജനാക്ഷരങ്ങളുടെയും സ്വരാക്ഷരങ്ങളുടെയും ഉച്ചാരണത്തിന് വരുന്ന വ്യത്യാസമാണ് പറഞ്ഞു തന്നത്. ഇനി ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ചില കുട്ടികൾക്ക് അക്ഷരങ്ങളുടെ ഉച്ചാരണം ക്ലിയർ ആയിരിക്കില്ല, വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ന പറയുമ്പോൾ നമ്മൾ നാവ് കുറച്ച് മടക്കി മുകളിലേക്ക് മുട്ടിക്കും. എന്ന് പറയുമ്പോൾ നാവിൻ്റെ അഗ്രം മൂർധാവിലല്ല താലുവിലാണ് മുട്ടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇനി വരുന്നതായിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇത് എവിടെ വെച്ച് എങ്ങനെ നാവ് എവിടെ മുട്ടിക്കണം, എങ്ങനെയാണ് അതിൻ്റെ ശബ്ദം ശരിയായിട്ടുള്ള ശബ്ദം ഉണ്ടാവുന്നത്, അതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്, ഈ വക കാര്യങ്ങളാണ് ഇനി വരുന്നതായ ക്ലാസ്സുകളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കിന്ന് ഇത്രയുമാണ് പറയുന്നത്. ഇനിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നമസ്കാരം.